കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അസർബൈജാനിലുണ്ടായ വിമാന അപകടത്തിന്റെ നടുക്കത്തിൽ നിന്ന് ലോകം മുക്തരായിട്ടില്ല. ഇപ്പോൾ മറ്റൊരു വിമാന അപകടത്തിന്റെ വാർത്ത കൂടി വരുന്നുണ്ട്. അത് ദക്ഷിണ കൊറിയയിൽ നിന്നാണ്. വിമാന അപകടത്തിൽ 85 മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുകയാണ്. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെയാണ് അപകടമുണ്ടായത്. തെന്നിമാറി കത്തിയമരുകയായിരുന്നു വിമാനം. സമീപത്തെ മതിലിൽ ഇടിച്ച് കത്തിയമരുകയായിരുന്നു വിമാനം എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങളിൽ ഉള്ളത്. 181 പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ബാങ്കോക്കിൽ നിന്ന് പോയ ജെജു എയർ വിമാനമാണ് തകർന്നടിഞ്ഞത്. അപകടത്തിൽ ഇതുവരെ 65 പേർ മരിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ്. ആദ്യഘട്ടങ്ങളിൽ 40-45 തുടങ്ങിയ കണക്കുകളാണ് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ മരണസംഖ്യ ഉയരുന്നു എന്ന ആശങ്കാജനകമായ വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. ദക്ഷിണ കൊറിയയിലാണ് ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കത്തിയമർന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അനുശ്രീ വത്സൻ നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അനുശ്രീ, ബോയിങ്ങിന്റെ ഏറ്റവും വലിയൊരു വിമാനമാണ്. കാരണം 181 യാത്രക്കാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കഴിഞ്ഞ് ജീവനക്കാർ കൂടി ഉണ്ടാകും. ഈ എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതായ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്താണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ എയർപോർട്ട് അല്ലെങ്കിൽ ഈ കമ്പനിയൊക്കെ പറയുന്നത്? ആര്യ, തായ്ലാന്റിലെ ബാങ്കോക്കിൽ നിന്ന് ദക്ഷിണ കൊറിയയിലെ മുവാൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിങ്ങിനിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ലാൻഡിംഗ് സമയത്ത് തെന്നി മാറി മതിലിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ലാൻഡിംഗ് ഗിയറിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചതാണോ അതോ പക്ഷി ഇടിച്ച് അങ്ങനെയെങ്കിലും അപകടം ഉണ്ടായതാണോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ തരത്തിലുള്ള അനുമാനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ വ്യക്തമായൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. 181 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 175 പേർ യാത്രക്കാരാണ്. ബാക്കി വിമാനത്തിലെ ജോലിക്കാരാണ്. അതിൽ തന്നെ 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദക്ഷിണ കൊറിയയിലെ അധികൃതർ വ്യക്തമാക്കുന്നത്. അതിൽ ഒരാൾ യാത്രക്കാരനും മറ്റൊരാൾ അവിടുത്തെ ജോലിക്കാരനുമാണ്. ഇതിൽ 2 പേരെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഈ വാർത്ത എടുത്ത സമയത്ത് 28 മരണമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത് 85 പേരിലേക്ക് പോയിരിക്കുന്നു. 85 മരണം സംഭവിച്ചിരിക്കുന്നു. മരണസംഖ്യ കൂടുന്നത് അത് എവിടെയായാലും ഏത് രാജ്യത്തായാലും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിന്റെ കാരണം, ഈ അപകട കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ആര്യ.